യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പുതുപ്പാടി ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ജുബിലാത്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ ഈ ആത്മീയ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകുന്നതിൽ സന്തോഷം. യേശു നമ്മെ എല്ലാവരെയും ഈ ശുശ്രൂഷകളിലൂടെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം സങ്കീർത്തന പുസ്തകത്തിൻ്റെ 103 അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളെ നമുക്കൊന്ന് വായിച്ച് ധ്യാനിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ശ്രോതാക്കളായ എല്ലാ മക്കളോടും ഇങ്ങനെ ആവർത്തിക്കുകയാണ്: നിൻ്റെ അന്തരംഗവും നിൻ്റെ ഹൃദയവും നിൻ്റെ അധരവും ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സുവിശേഷങ്ങളിൽ യേശു തന്നെയും ഇത് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചു. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അരികിൽ ഒരുമിച്ച് വന്ന് സൗഖ്യം നേടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 10 പേരും തിരിച്ചു പോകുന്ന വഴിയിൽ തന്നെ സുഖപ്പെടുകയും ചെയ്തു. എന്നാൽ അതിൽ ഒരു കുഷ്ഠരോഗി മാത്രം തിരിച്ചു വരികയും യേശുവിനെ കണ്ട് നന്ദി കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖം പ്രാപിച്ചത്, ബാക്കി 9 പേർ എവിടെ പോയി? അവർക്ക് കൃതജ്ഞത അർപ്പിക്കണമെന്ന് തോന്നിയില്ലല്ലോ. ഇതാണ് യേശുവിൻ്റെ പ്രതികരണം. ആ പ്രതികരണത്തിലൂടെ യേശു ഒരു കാര്യം നമ്മളെ ഓർപ്പിക്കുക, ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ ഓർപ്പിക്കുക. ദൈവം ആഗ്രഹിക്കുന്നു തന്നിൽ വിശ്വസിക്കുന്ന, തന്നിലൂടെ രക്ഷ കണ്ടെത്തുന്ന മക്കൾ എല്ലാം ദൈവ ആരാധകരായിരിക്കണം, ദൈവസ്തുതി അർപ്പിക്കുന്നവരായിരിക്കണം. സങ്കീർത്തകനായ ദാവീദിന് ഈ സ്തുതി അർപ്പിക്കുന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ എഴുതിയത്: എൻ്റെ അന്തരംഗമേ കർത്താവിനെ വാഴ്ത്തുക. അപ്പോൾ എല്ലാവരോടും സങ്കീർത്തകൻ ഉപദേശിച്ചു, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോഴൊക്കെ യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശു എപ്പോഴും പിതാവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ശിഷ്യരെയും അപ്രകാരം തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു. അവൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം ചൊല്ലി പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മുഴുവൻ ദൈവസ്തുതി, പിതാവിനെ ആരാധിക്കുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ ഏറിയ ഭാഗവും ദൈവസ്തുതിയായിരുന്നു. അങ്ങനെ സ്തുതി അർപ്പിക്കുന്ന ഒരു മനോഭാവം ഒരു ദൈവഭക്തന്, ഒരു ദൈവഭക്തയ്ക്ക് ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ,
നമ്മൾ ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൽ എന്തെങ്കിലും കൂടുതൽ നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ സ്തുതികൾക്കൊക്കെ ഉപരിയാണ് ദൈവമായ കർത്താവ്. നമ്മൾ എത്ര സ്തുതിച്ചാലും അതാവത്തില്ല. പ്രഭാഷകൻ നമ്മളോട് പറഞ്ഞു, നിൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക. നീ എത്ര സ്തുതിച്ചാലും അത് പരിധിയിലെത്തുന്നില്ല. അത്ര മഹോന്നതനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ആകാശവും ഭൂമിയും എന്തുമാത്രം അകലത്തിലാണോ അതുപോലെയാണ് നീയും നിൻ്റെ ദൈവവും തമ്മിൽ. ഇത്ര അകലമുണ്ട്, അത്ര ഉന്നതനാണ് നിൻ്റെ ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹിമയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയല്ല ഞാനോ നിങ്ങളോ സ്തുതിക്കുന്നത്. പിന്നെയോ ദൈവമായ കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണമാണ് ഓരോ ദൈവസ്തുതിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആന്തരിക മനുഷ്യൻ ദൈവസ്തുതിയിലൂടെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ആന്തരിക മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവസ്തുതിയിലാണ്. ഇപ്പം സ്തുതി അർപ്പിക്കാത്തവൻ, സ്തുതി ആരാധനയിൽ പ്രവേശിക്കാത്തവന് ആന്തരിക മനുഷ്യൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കാനായിട്ട് സാധിക്കാതെ പോകും. ഇത് സങ്കീർത്തകനായ ദാവീദിൻ്റെ ആ ചിന്തകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. ഒരാൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോഴാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയിൽ അനുതാപത്തിൻ്റെ ചിന്തയുണ്ടാകുന്നത്. അനുതാപം ഉണ്ടാകുന്നത് ഒരാൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങാത്ത ഒരാൾക്കും ഒരുപക്ഷെ അനുതാപത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. അങ്ങനെ അനുതാപത്തിലേക്കും പാപമോചനത്തിലേക്കും ദൈവത്തെ സ്തുതിച്ചൊരു ഭക്തൻ കടന്നു വന്നാൽ കർത്താവ് ഓർപ്പിക്കുകയാണ്, അങ്ങനെ കടന്നു വരുന്ന മകൻ നിശ്ചയമായിട്ടും സൗഖ്യം പ്രാപിക്കും. അതുവരെ അവന് ഉണ്ടാകാതിരുന്ന സൗഖ്യം ആ സമയത്ത് സംഭവിക്കാൻ തുടങ്ങും. അതാണ് ദാവീദ് സങ്കീർത്തകൻ പറഞ്ഞത്, അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതൊക്കെ അപകടത്തിലാണോ, തടസ്സത്തിലാണോ, ബന്ധനത്തിലാണോ നമ്മൾ കിടക്കുന്നത്, അവിടെ നിന്നെല്ലാം നമുക്കൊരു ഉയിർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ നീ സ്തുതിക്കുക. ഇതാ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, സത്യദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞ 3 യുവാക്കന്മാർ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അവർ ആ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ആ അഗ്നികുണ്ഡത്തെ സമീപിച്ചു. അവൻ്റെ അത്ഭുതകരമായ നാമത്തെ സ്തുതിച്ചുകൊണ്ട് അവർ അഗ്നികുണ്ഡത്തിൽ വീണപ്പോൾ അഗ്നിക്ക് അവരെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. അവർ അനുഭവിച്ച കഷ്ടതയിൽ ദൈവത്തിൻ്റെ കരം അത്ഭുതകരമായിട്ട് അവരെ സ്വതന്ത്രരാക്കിയാണ്.
ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സിംഹത്തെ സമീപിച്ചു. സിംഹത്തിന് അവനെ സ്പർശിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസും സീലാസും ബന്ധനസ്ഥരായി. എന്തുകൊണ്ടാണ്? അവർ ഒരു പെൺകുട്ടിയിലുണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കി. അതിൻ്റെ പേരിൽ അവരെ ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹത്തിൽ കിടന്നവർ ദൈവത്തെ സ്തുതിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ അപമാനം സ്വീകരിക്കാൻ അവസരം കിട്ടിയതിനെ ഓർത്ത് ദൈവത്തെ അവർ സ്തുതിച്ചു. അങ്ങനെ അവർ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു. അവരുടെ കൈകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവർ സ്വതന്ത്രരായി. ഇത് ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമ്മളെ സ്വാതന്ത്ര്യത്തിൽ എത്തിക്കുന്ന പ്രാർത്ഥനയാണ് സ്തുതിയുടെ പ്രാർത്ഥനയെന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അപ്പോൾ സ്തുതിയുടെ പ്രാർത്ഥന നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്തുതി ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുക. സ്തുതിയുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരെല്ലാം ഈ ലോകത്തിൽ സ്തുതിയുടെ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്കെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് ഇറങ്ങി വന്ന് അവരെയെല്ലാം സമൃദ്ധരാക്കി മാറ്റും. ഇതാ ദാവീദ് സങ്കീർത്തനം 103:5 പറയാണ്, നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാനും നിന്റെ ജീവിതകാലം അത്രയും നീ സംതൃപ്തനാക്കപ്പെടാനും വേണ്ടി കർത്താവിനെ സ്തുതിക്കുക. വലിയ ദൈവസ്തുതിയുടെ അനുഭവം ഈ ആരാധനയിൽ നമുക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വാഴും എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന. ഇതിന്റെ അനുഗ്രഹവും കൃപയും ശക്തിയായി ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. യേശുവേ സ്തോത്രം 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 സ്തോത്രം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോയെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 22-ന്റെ 3 വാക്യത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ്. നമ്മുടെ കർത്താവായ ദൈവം സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ആരാധിക്കുവാനും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥന പലതും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അർത്ഥനമാത്രമായിട്ട് മാറുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് ഒരു പ്രാർത്ഥനയായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറുന്നില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്തുതിച്ച് 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 ദൈവത്തെ സ്തുതിച്ചാണ് നമ്മുടെ ബന്ധനങ്ങളും കെട്ടുകളും പീഡകളും എല്ലാം മോചിതരായി പുറത്തേക്ക് വരേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്ന സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. ഈ സത്യമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം? നമ്മുടെ മേൽ വന്നിരിക്കുന്ന ബന്ധനത്തിൻ്റെ കെട്ടുകൾ പൊട്ടുന്നത് എപ്പോഴാണെന്നാണ് ഈ വചനം നമുക്ക് പഠിപ്പിച്ചു തരിക. അതായത്, ഞാൻ ദൈവസന്നിധിയിൽ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, യാചിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേ വിഷയത്തെ പ്രതി ദൈവസന്നിധിയിൽ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഈ യാചനകളെ അർപ്പിക്കുക. ജീവിതത്തിൽ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ മേഖലയിലെ വിടുതൽ, അവിടെ നാം അനുഭവിക്കുന്ന ദുഃഖത്തെ പ്രതി, സഹനത്തെ പ്രതി, വേദനയെ പ്രതി, ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയെ പ്രതി ദൈവത്തെ സ്തുതിച്ച് 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 സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ സ്തുതിച്ച് സ്തുതിച്ച് ആ ബന്ധനത്തിൻ്റെ കെട്ട് പൊട്ടിക്കാനാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും വേദനകളോ ദുഃഖങ്ങളോ വരുത്തി വയ്ക്കുന്നത് ദൈവമാണ് എന്ന ചിന്തയാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അത് തെറ്റായ ധാരണയാണ്. ദൈവം
നമ്മളാരും ദുഃഖിക്കണമെന്ന്, വേദനിക്കണമെന്ന്, സഹിക്കണമെന്ന് ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് നമ്മൾ വേദനിക്കണമെന്നും ദുഃഖിക്കണമെന്നും ആഗ്രഹിക്കുന്നത് പിശാചാണ്. അപ്പോൾ ആ പിശാചിൻ്റെ പ്രവൃത്തിയെ തകർക്കാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാന ആയുധമാണ് ദൈവത്തെ സ്തുതിക്കുക. സ്തുതിച്ച് ആ പിശാചിൻ്റെ ആയുധത്തെ തകർക്കുക. അതിനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ നോക്കി അവനെ സ്തുതിച്ച് ആരാധിക്കുക. അതാണ് നിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, നിൻ്റെ കടമ. നമ്മൾ ദൈവത്തോടുള്ള നമ്മുടെ കടമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചപ്പം അതിന് യേശു കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. എന്താണ് ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം? ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തെ സ്തുതിച്ച, ദൈവത്തെ ആരാധിച്ച, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവഭക്തൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ ഇതാ തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ആരാധ്യനായ പിതാവിനെ സ്തുതിക്കാനും ബഹുമാനിക്കാനും ആരാധനകൾ അർപ്പിക്കുവാനുമുള്ള യേശുവിൻ്റെ ആഹ്വാനമാണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ കാണുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെയൊരു പ്രാർത്ഥനാ രീതിയിലേക്ക് നമ്മുടെ മനസ്സുകളെ നമുക്ക് ഉയർത്താം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതെ പോയി എന്ന് വെച്ചാൽ സ്തുതിക്കാതെ പോയി എങ്കിൽ അതൊരു വീഴ്ചയാണ്. ബഹുമാനിക്കേണ്ട വ്യക്തികളെ നമ്മൾ ബഹുമാനിക്കാതെ പോയാൽ അതൊരു വീഴ്ചയാണ്, അതൊരു തെറ്റാണ്. നമ്മുടെ മുൻപിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വരികയാണ് എന്ന് വിചാരിക്കുക. അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ സ്വീകരിക്കാനും എല്ലാം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പൗരൻ അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തെറ്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ സൃഷ്ടികർത്താവായ ദൈവത്തെ നീ ബഹുമാനിക്കാതെ പോയാൽ, ആദരിക്കാതെ പോയാൽ അതിനേക്കാൾ വലിയ തെറ്റല്ലേ? അങ്ങനെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ പോയ നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളെ നമുക്ക് ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ആ നാളുകളെയും ആ നിമിഷങ്ങളെയും എല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക. ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ പോയ എൻ്റെ ജീവിതത്തിൻ്റെ അവസരങ്ങളെ, ആ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ച് അതുമൂലമുണ്ടായ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞാൻ വിനീതമായി നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അതിഘോരമായ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം നിന്റെ തേടുന്നു കരുണാമയ, അതിഘോരമാ എൻ പാപജീവിതം നിന്റെ തേടുന്നു കരുണാമയ. വഴിവിട്ട
മോഹങ്ങൾ അടിതെറ്റി വീഴുന്നു അതിദാരുണം. വഴിവിട്ട ബന്ധങ്ങൾ അടങ്ങാത്ത മോഹങ്ങൾ അടിതെറ്റി വീഴുന്നു അതിദാരുണം. കരുണക്കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. കരുണക്കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. എന്നെ ബന്ധിക്കുന്ന എല്ലാ ബന്ധനങ്ങളിലേക്കും കടന്നു വന്ന് അതിൻ്റെ മേലുള്ള ശാപങ്ങളും പീഡകളും എല്ലാം നീക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങേക്ക് നൽകേണ്ട ബഹുമാനം, ആരാധന, സ്തുതികൾ അർപ്പിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ചിതാ നിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിൻ രക്തത്താൽ നിർവീര്യമാവുക. എന്നെ ബന്ധിക്കുന്ന ദുഷ്ടാത്മശക്തികളെ യേശുവിൻ രക്തത്താൽ നിർവീര്യമാവുക. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. യേശുവിൻ നാമത്തിൽ വിടുതലും സൗഖ്യവും പാവനാത്മാവിൻ സഹവാസവും നൽകണേ. ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് കരുണക്കടലേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. കരുണക്കടലേ കരം നീട്ടി എന്നെ കരകയറ്റി നിൻ ദാസരിൽ ചേർക്കണേ. കണ്ണീരൊഴുക്കി ഞാൻ പാദം കഴുകുന്നു, പാപം ക്ഷമിക്കണേ, ശിക്ഷകൾ നീക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.